പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ചിങ്ങം 1 കർഷക ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. എല്ലാ വർഷവും ചിങ്ങം 1 കർഷക ദിനമായിട്ട് ആചരിക്കുമ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. കൃഷി നമ്മുടെ എല്ലാവരുടെയും വലിയ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള പ്രാദേശിക കർഷകനായ നമ്മുടെ പ്രിയപ്പെട്ട വാസു ചേട്ടനോടൊപ്പമാണ്. നമ്മളിപ്പോൾ വാസു ചേട്ടൻ്റെ കൃഷി ചെയ്യുന്ന ഈ സ്ഥലത്താണ് ആയിരിക്കുന്നത്. വാസു ചേട്ടൻ കൃഷി ചെയ്യുന്ന ഈ പ്രദേശത്ത്, ഈ നാട്ടിലും ഈ പ്രദേശത്തും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു കർഷകനാണ്. മണ്ണിനെ സ്നേഹിക്കുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് വാസുചേട്ടൻ. വാസുചേട്ടൻ്റെ കൃഷി നമ്മൾ കാണാനും മനസ്സിലാക്കാനും ഒപ്പം വാസുചേട്ടനെ, ഈ വലിയൊരു കർഷകനെ ആദരിക്കാനും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഈ കർഷക ദിനത്തിൽ ഞങ്ങൾ സെൻറ്റ് ജോർജ് UP സ്കൂളിലെ, ഇരവിചിറ സെൻറ്റ് ജോർജ് UP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് വാസുചേട്ടൻ്റെ കൃഷിയെ അങ്ങേയറ്റം പ്രശംസിക്കുകയും വാസുചേട്ടന് ഈ കൃഷിയോടുള്ള അങ്ങയുടെ സ്നേഹവും താല്പര്യവും കണ്ട് മനസ്സിലാക്കുന്ന ഞങ്ങൾ അങ്ങയെ ഒത്തിരിയേറെ ആദരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ദിനത്തിൽ പ്രിയപ്പെട്ട വാസുചേട്ടന് ഞങ്ങൾ സെൻറ്റ് ജോർജ് UP സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും ഒക്കെ പേരിൽ വലിയൊരു അഭിനന്ദനം ഞങ്ങൾ പറയുകയാണ്. ഒപ്പം ഈ കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങയുടെ വിലയേറിയ അറിവിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനും കൂടി ഈ അവസരം വിനിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ സമയം വാസുചേട്ടന് പൊന്നാട അണിയിച്ചുകൊണ്ട് വാസുചേട്ടനെ ആദരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമസ്കാരം. ഇരവിചിറ സെൻറ്റ് ജോർജ് UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ പഠിച്ച പാഠഭാഗമായ വിത്തെന്ന മഹാത്ഭുതം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കൃഷിയുടെ പ്രാധാന്യത്തെപ്പറ്റി കുറേയധികം ഞങ്ങൾ അറിഞ്ഞു. ഇനിയും ഞങ്ങൾക്ക് കൃഷിയെപ്പറ്റി അറിവ് നേടാനൊക്കെയാണ് ഞങ്ങളിവിടെ വാസുചേട്ടൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. വാസുചേട്ടൻ്റെ അടുത്ത് നിന്ന് നമ്മൾക്ക് ഇനി അറിവുകൾ നേടാം. എത്ര വർഷമായി താങ്കൾ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ട്? 40 വർഷമായി. ഇപ്പം എനിക്ക് 80 വയസ്സുണ്ട്. ചെറുപ്പം തൊട്ടേ കൃഷിയും പശു വളർത്തും, കന്നുകാലി 3-4 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് കൂലിപ്പണിക്കും പോവും. അങ്ങനെ ഇപ്പം പണിക്കൊന്നും പോകുന്നില്ല. ഇപ്പം 80 വയസ്സായി. ഇപ്പം കൃഷി ഇതാകുമ്പോഴത്തേക്കും രാവിലെ ഇവിടെ വന്നിരുന്നാൽ നമ്മൾ ഇതനുസരിച്ച് വല്ലതും ചെയ്താൽ പയറുണ്ട്, പാവലുണ്ട്, വെള്ളരിയുണ്ട്, ഇഞ്ചിയുണ്ട്, കപ്പയുണ്ട്, ചേനയുണ്ട്, വെള്ളയുണ്ട്. ഇത്രയും കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒന്നരാടം പയർ ഒന്നരാടം എടുക്കും. ചേന ഒരു 5-6 മാസമൊക്കെ കൂടുമ്പോഴാണ് പറിക്കുന്നത്. ചേന പറിക്കാതെ എനിക്ക് പറിച്ചില്ല. വെള്ളയ്ക്ക ഒന്നരാടം എടുക്കും. പിന്നെ പടവലങ്ങ 4 പക്കം എടുക്കും. അതെടുത്ത് സൊസൈറ്റിക്ക് കൊടുക്കുക. പടവലങ്ങ അഞ്ചേരി. മറ്റേ പയറിവിടെ ഒക്കെ ഓരോരുത്തർക്കും കൊടുക്കുക. കടക്കാർക്കും കൊടുക്കും. അങ്ങനെ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് തിരിഞ്ഞത്? ഞാൻ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ തൊട്ടേ ചെറിയ കൃഷികളൊക്കെ ചെയ്ത് അതിൽ നിന്നുള്ള ഈ ആദായവും മറ്റുള്ള പണികളുടെ കാശ് ഇതെല്ലാം കൂടെ ആകുമ്പോഴേ നമുക്കൊരു വരുമാനമുണ്ട്. അപ്പോൾ ഇതാകുമ്പം വലിയ ബുദ്ധിമുട്ടില്ല. രാവിലെ വരും, വൈകുമ്പം പോവും. ഇതിപ്പം ഈ കൃഷിക്കാർ സ്ഥലം നമുക്ക് പാട്ടമൊന്നും ഇല്ലാതെ അമ്മ അത് ഇപ്പം 5 കൊല്ലമായി ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട്. 5ാമത്തെ വർഷമാണ്. വാസുചേട്ടൻ്റെത് പരമ്പരാഗതമായി കർഷക കുടുംബമാണോ? കർഷക കുടുംബമല്ല. നമ്മളിങ്ങനെ കർഷകനായിട്ട് പോകുന്നു. നമ്മളെ അനിയന്മാരൊക്കെ നേരത്തെ ഉള്ള ചെറുപ്പത്തിൽ കർഷകരായിരുന്നു. പിന്നെ ഇടക്കാലം കൊണ്ടാണ് ഇതിലോട്ടങ്ങ് നീങ്ങി. മറ്റ് നേരത്തെയൊക്കെ പണിക്ക് പോവും, ഇടയ്ക്ക് ചെറിയ കൃഷി ചെയ്യും, അതിൻ്റെ ആദായം എടുക്കും. അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം 10-40 വർഷമായി കൃഷിയിലേക്ക് വന്നിട്ട്. ഇതുകൊണ്ട് നേട്ടമാണ്, നഷ്ടമൊന്നുമില്ല, നേട്ടമാണ്. നമുക്ക് ഓർക്കാപ്പുറത്ത് നമ്മൾ ഉദ്ദേശിക്കാത്ത പൈസ കിട്ടും. കപ്പയൊക്കെ കഴിഞ്ഞ കൊല്ലം 1 ലക്ഷം രൂപയ്ക്കാണ് വിറ്റ്. ഈ 2 കപ്പയുണ്ട്. കുറേ സെറ്റ് പറിക്കാറായി നിൽക്കുന്നു. കുറച്ച് 2 മാസം കഴിഞ്ഞ് പറിക്കാമെന്നുള്ള അങ്ങനെ നിൽക്കുന്നു. എപ്പോഴെങ്കിലും കൃഷി നഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ടോ? കൃഷി നഷ്ടം വന്നിട്ടുണ്ട്. എന്നാലും പിന്നെയും നമ്മളത് തുടരും. എന്നാന്ന് ചോദിച്ചാൽ നഷ്ടമാണെന്ന് പറഞ്ഞ് പുറകോട്ട് മാറിയില്ല. അത് വീണ്ടും നമ്മൾ തുടരും. ചില വർഷം പരാജയമായിരിക്കും. ഇയാണ്ടി പരാജയമാണ്. എന്ന് വെച്ചാൽ മഴ കൂടുതൽ കാരണം പയറെ വെളുത്ത കുറവാണ്. പിന്നെ പടവലം കുഴപ്പമില്ല.
പിന്നെ ചേനയൊക്കെ കുഴപ്പമില്ല, കപ്പയും കുഴപ്പമില്ല. ഈ പയറിൻ്റെ കൃഷി ശകലം പരാജയം. മറ്റേ 10-50 കിലോ പയർ കിട്ടണം, 2 കിലോ പയറാണ് കിട്ടുന്നത്. അത്രയ്ക്ക് ഇതായിപ്പോയി. കൃഷി നഷ്ടത്തിലാണ്. നഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പുറകോട്ട് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ കൊല്ലം വാഴ കൂടുതലുണ്ടായിരുന്നു, ഈ ആണ്ടി കുറച്ച് വാഴ വെച്ചോളൂ. അതിപ്പോൾ കുലയ്ക്കാൻ തുടങ്ങി. കൊലയൊന്നും വെട്ടിയില്ല. രാസവളം ഉപയോഗിക്കുന്നത് മൂലം മണ്ണിനുണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെ? രാസവളം ഞാൻ ആദ്യം തൊട്ടേ രാസവളം ഉപയോഗിക്കും. കോഴിവെള്ളം ഉദ്ദേശിക്കും, പിന്നെ എല്ലുപൊടി ഇടും, പിന്നെ ചാണകം ഇടും. ചാണകമാണ് ഏറ്റവും കൂടുതൽ ഇടുന്നത്. എന്നാൽ രാസവളം കൂടെ ഇട്ടെങ്കിലേ വല്ലതും കിട്ടത്തുള്ളൂ നമുക്ക്. ആ വല്ലതും കിട്ടണമെങ്കിൽ രാസവളം ഇടണം. സെറാമിലിടും. അതുതന്നെ ഒരു 4-5 വളം. 8-ാം പൊക്കം പടവലത്തിന് വളം ഇടും. പയറിന് 15-ാം പൊക്കം ഇടും. കപ്പയ്ക്കൊക്കെ ആണെങ്കിൽ 2 വളം ഇട്ടാൽ മതി. വാഴയ്ക്ക് ഒരു 6-7 വളം വെക്കണം. ഇഞ്ചിക്കും 3-4 വളം വെക്കണം. 3-4 വളം കഴിഞ്ഞ് നിൽക്കുക ഇഞ്ചി. ചേന പറിക്കാതെ, ചേനയ്ക്കും 2-3 വളം ചെയ്തു. ഇപ്പോൾ പറിക്കാറായി നിൽക്കുക. രാസവളം ഇടുന്നുണ്ട്. നമുക്കിതുവരെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ശകലം രാസവളം ഇട്ടെങ്കിലേ ഇതൊക്കെ കേടും. ചാണകമാണേലും രാസവളം ചെന്നാലേ ഇത് കേടി വരത്തുള്ളൂ. വാസുചേട്ടന് എന്തൊക്കെ ലാഭങ്ങളാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? ഇതിന് ലാഭം പറയാൻ പിന്നെ പൈസയാണ് കൂടുതൽ കിട്ടുന്നത്. നമ്മൾ മുടക്കുന്നതിൻ്റെ 2-3 ഇരട്ടിയെങ്കിലും കാശ് കിട്ടും. മുടക്ക് പോലെയല്ല. ഈ പയറെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലാഭമുള്ളൊരു കൃഷിയാണ്. ഒന്നരാടം പയറെടുക്കാം. വെള്ളി അതുപോലെയാണ്. പടവലം 4-ാം പൊക്കം എടുക്കും. എന്നാലും കുഴപ്പമില്ല. ഇത്രയും പടവലത്തിൽ നിന്ന് 100 കിലോ പടവലങ്ങ എടുത്തു ഒരെടുക്കയ്ക്ക്. അതുപോലെ പടവലം കായ്ച്ച് കുഴപ്പമില്ല. പടവലത്തിൻ്റെ അതിപ്പം 30 രൂപ വിലയുള്ളൂ പടവലങ്ങ. പയറിന് 60 രൂപ ഉണ്ട്. പിന്നെ ഏത്തക്കൊലയ്ക്കൊക്കെ ഇപ്പോൾ 70 രൂപ നമുക്കില്ല. എന്നാലും വാസുചേട്ടൻ എങ്ങനെയാണ് ഈ ചെടികളെ പരിപാലിക്കുന്നത്? ചെടിയെ പരിപാലിക്കണം. ചെടിക്ക് നല്ലപോലെ പരിപാലിക്കണം. ഇത് ചാണകപ്പൊടി ഇട്ടു, പിന്നെ അരി ഇട്ടു. അത് കിളുത്ത് വരുമ്പം പിന്നെ സെറാമിലോ കോഴിവളമൊക്കെ ഇടും. അത് കഴിഞ്ഞ് അത് കയറി വരുമ്പോൾ എന്തെങ്കിലും ചെറിയ രാസവളം കൂടി ഇട്ട് കൊടുക്കും. അങ്ങനെ പരിപാലിക്കുന്നത്. പിന്നെ വിഷമടിക്കും. വിഷമടിക്കുന്നത് വെച്ചാൽ ജൈവകൃഷിയുടെ വിഷമുണ്ട്. അത് മേടിക്കാൻ കിട്ടുമ്പോൾ അതിപ്പോൾ അടിക്കും. അതുകൊണ്ട് മറ്റ് കേടുകളൊന്നുമില്ല. വിത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ 100% മൂപ്പായാൽ കുഴപ്പമുണ്ടോ? വിത്തിന് തിരഞ്ഞെടുക്കുമ്പം നല്ലപോലെ വിളഞ്ഞ സാധനമായിരിക്കണം അരി എടുക്കുന്നത്. അരി എടുത്തു കഴിഞ്ഞാൽ അത് ഒരു 3-4 ദിവസം ഉണങ്ങി പുകത്ത് വല്ലതും കെട്ടിത്തൂക്കിയിട്ട് വേണം പിന്നെ അതെടുത്ത് ഉപയോഗിക്കാൻ. വാസുചേട്ടന് കൃഷി ചെയ്യുന്നതിന് വരുമാനം കിട്ടുന്നുണ്ടോ? വരുമാനം കിട്ടുന്നുണ്ട്. കൃഷിയുടെ മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം? കൃഷി കാല ഒരുക്കി, കുഴിയെടുത്തു, കുഴിക്കകത്ത് ചാണകപ്പൊടി ഇട്ടു, മൂടിയിട്ട് പിന്നെ അരി ഇടും. അരി ഇട്ടൊരു 10-12 ദിവസം കഴിയുമ്പം, കിളുത്തൊരു 10-12 ദിവസം കഴിയുമ്പം ആദ്യത്തെ വളം പിന്നെ സെറാമിലോ പിന്നെ കോഴിക്കാട്ടോ എന്തെങ്കിലും ഇടും. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പം പന്തലെ കയറുന്ന വരുമ്പം രാസവളം ചരിച്ചിടും. ഈ 80-ാം വയസ്സിലും ഈ കൃഷിയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന വാസുചേട്ടനോട് ഞങ്ങളുടെ ഈ പുതിയ തലമുറയ്ക്ക് വാസുചേട്ടനെ കണ്ട് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കൃഷിയോട് താല്പര്യമില്ല. ചേറ് പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞ് മാറി നിന്ന് കടകളിൽ നിന്ന് സാധനം മേടിച്ച് ഉപയോഗിക്കാനാണ് താല്പര്യം. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി താങ്കളെപ്പോലെയുള്ളവരെ നമ്മുടെ നാടിൻ്റെ സമ്പത്ത് തന്നെയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വിലപ്പെട്ട അറിവുകൾ അങ്ങ് പകർന്നു കൊടുത്തു. അത് ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. ഇനിയും ദീർഘകാലം ഈ ഒരു മേഖലയിൽ അങ്ങക്ക് ശോഭിക്കാനാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. തൻ്റെ വിലയേറെ സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത്രയേറെ അറിവുകൾ പകർന്നു തന്ന വാസുചേട്ടന് സെന്റ് ജോർജ് UPS സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും എല്ലാ അധ്യാപകരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ. കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിൻ നിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിൻ നിളവയിൽ കൊണ്ടു നിന്നേ, നാട്ടിൻ നിളവയിൽ കൊണ്ടു നിന്നേ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ വാ നീ